നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും വളരെയധികം ഈശ്വരാനുഗ്രഹമൊക്കെയുണ്ട്. എന്നാൽ പ്രധാനമായിട്ടും ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹമുള്ള കുറച്ച് നക്ഷത്ര ജാതകരുണ്ട്. അതും സ്ത്രീ നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകർക്ക് തീർച്ചയായിട്ടും ദേവിയുടെ അനുഗ്രഹം, അതുപോലെ തന്നെ ദേവിയുടെ ഊർജം, അതുപോലെ അനുഗ്രഹത്തിൻ്റെ ഫലങ്ങൾ ഇതെല്ലാം നിങ്ങളിൽ ലഭ്യമാകും. അതായത് ഈശ്വര സാന്നിധ്യം തന്നെ നിങ്ങളിൽ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടതകളും ഒക്കെ ഒഴിഞ്ഞ് അമ്മയുടെ അനുഗ്രഹമുള്ള കുറച്ച് നക്ഷത്ര ജാതകർ, ഇവരുടെ ജീവിതത്തിൽ ഇവർ അനുഭവിച്ച പ്രയാസങ്ങൾക്കൊരു ഫലമുണ്ടാകും. അതുപോലെ തന്നെ ഇവർ കാത്തിരുന്ന പല അത്ഭുതങ്ങളും സംഭവിക്കും. ഈ പറയുന്ന നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകൾക്ക് ദേവിയുടെ അനുഗ്രഹം, അതായത് ഊർജം വളരെ കൂടുതലായിരിക്കും. പല കാര്യങ്ങളും മുൻകൂട്ടി അറിയുവാനും അതുപോലെ തന്നെ അപകടങ്ങളെ ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കുവാനും ഒക്കെ ഇവർക്ക് കഴിയും. ഇവർ പ്രാർത്ഥനയിലൂടെയും സത്യസന്ധതയിലൂടെയും ആത്മശക്തി വർദ്ധിപ്പിക്കുന്ന വ്യക്തികളാണ്. അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ നടക്കില്ല എന്ന് ഇവർ വിശ്വസിക്കുന്ന കാര്യങ്ങൾ വരെ നടത്തുവാനുള്ള ശേഷി ഇവർക്ക് അമ്മയുടെ അനുഗ്രഹത്താൽ ഇവരുടെ ജീവിതത്തിലുണ്ട്. പ്രധാനമായിട്ടും ഭദ്രകാളി അമ്മയുടെ ധൈര്യത്തിൻ്റെയും ആത്മബലത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും പ്രതീകമാണ് ഈ സ്ത്രീ നക്ഷത്ര ജാതകരെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദേവിയുടെ അനുഗ്രഹമുള്ള ഈ നക്ഷത്ര ജാതകർക്ക് ദൈവീക ശക്തിയും ആകർഷണീയതയും ഉണ്ട്. അവർ ആത്മവിശ്വാസവും നീതിബോധവും ധൈര്യവും ഒക്കെ ഉള്ളവരാണ്. അതായത് എന്തും ചെയ്യുവാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ട്. ഇവരെ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ ഭവനത്തിലോ അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന വ്യക്തികളോ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ ഒന്ന് നെഞ്ചോട് ചേർക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. കാരണം ഒരു അമ്മയുടെ വാത്സല്യം ഇവരിൽ നിന്നുണ്ടാകും. അതുപോലെ തന്നെ ഇവർ കൂടെയുള്ള വീടുകളിൽ വളരെയധികം അനുഗ്രഹമുണ്ടാകും. അതിലേറ്റവും ഒന്നാമത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. തീർച്ചയായിട്ടും ഈ നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ ഉടനീളം അനുഗ്രഹം കടന്നു വരുവാനായിട്ട് പോവുകയാണ്. കാരണം ഇവർ അമ്മയുടെ ഒരു പ്രതീകം തന്നെ ആയിരിക്കുവാനുള്ള സാധ്യതകൾ ഏറ്റവും കൂടുതലാണ്. രണ്ടാമത്തെ നക്ഷത്രം ആയില്യം നക്ഷത്ര ജാതകരാണ്. ആയില്യം നക്ഷത്ര ജാതകർക്ക് ഒത്തിരി പ്രയാസങ്ങളുണ്ട്. എന്നാൽ ആ പ്രയാസങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള വഴിയും അതുപോലെ തന്നെ അത്തരം പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എപ്രകാരം കടന്നു വരും എന്നുള്ള ഒരു ദിശയുമൊക്കെ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്ര ജാതകർക്ക് അമ്മയുടെ അനുഗ്രഹം വേണ്ടുവോളം ലഭിക്കുന്നുണ്ട്. മൂന്നാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് അനിഴം നക്ഷത്ര ജാതകരാണ്. തീർച്ചയായിട്ടും അമ്മയുടെ അനുഗ്രഹമുള്ള ഈ 3 നക്ഷത്ര ജാതകരാണ്. ഒന്നുകൂടെ പറയുകയാണ്, ആയില്യം, അതുപോലെ അനിഴം, ഭരണി എന്നീ 3 നക്ഷത്ര ജാതകർ നിങ്ങളുടെ ഭവനത്തിലുണ്ടോ തീർച്ചയായിട്ടും വളരെയധികം അനുഗ്രഹമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഒരു കാരണവശാലും ഈ വ്യക്തികൾ ആരുടെയും മുന്നിൽ തല കുനിക്കേണ്ട ഒരവസരം ഉണ്ടാകുന്നില്ല. വളരെയധികം ദൈവിക സംരക്ഷണം ലഭിക്കുന്ന 3 നക്ഷത്ര ജാതകരാകുന്നു ഈ നക്ഷത്ര ജാതകർ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.